നിങ്ങളുടെ കുഞ്ഞിന് പകൽ മുഴുവൻ ഭക്ഷണം നൽകിയിട്ടും തൂക്കം കൂടുന്നില്ലേ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്: രാത്രികാല പോഷകാഹാരം. മെഡിക്കൽ സയൻസ് അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ചാ ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അവർ രാത്രി ഉറങ്ങുമ്പോഴാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട രാത്രിയിൽ നൽകിയാൽ കുഞ്ഞിൻ്റെ തൂക്കം റോക്കറ്റ് പോലെ കൂടുന്ന 3 ഭക്ഷണങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇത് വെറുമൊരു അറിവല്ല, 100% റിസൾട്ട് തരുന്ന കാര്യമാണ്. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞിൻ്റെ തൂക്കം ഇരട്ടിയാക്കാം. എങ്ങനെ കുഞ്ഞിൻ്റെ തൂക്കം ഇരട്ടിയാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് വലിയ നന്ദി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്: രാത്രികാല പോഷകാഹാരം. മെഡിക്കൽ സയൻസ് അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവർ രാത്രി ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് പകൽ നൽകുന്ന ഭക്ഷണത്തെക്കാൾ രാത്രി നൽകുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു നേഴ്സ് എന്ന നിലയിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 3 രാത്രികാല ഭക്ഷണങ്ങൾ നമുക്കിവിടെ വിശദമായി ഡിസ്കസ് ചെയ്യാം. ഓരോ ഭക്ഷണവും എന്തിനാണ് നൽകുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തേത് ഊർജത്തിൻ്റെ ഉറവിടമാണ്. നെയ്യിൽ വറുത്തെടുത്ത നേന്ത്രപ്പഴമാണ്. എന്തുകൊണ്ടാണ് ഇത് രാത്രി നൽകുന്നത്? ശാസ്ത്രീയമായ കാരണം വിശദീകരിക്കാം. നേന്ത്രപ്പഴത്തിൽ ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നെയ്യിൽ ഹെൽത്തി ഫാറ്റ്സ്, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ധാരാളമുണ്ട്. ഇത് കുഞ്ഞിൻ്റെ മസ്തിഷ്ക വളർച്ചയ്ക്കും പെട്ടെന്ന് തൂക്കം കൂടാനും സഹായിക്കും. രാത്രിയിൽ പച്ചപ്പഴം നൽകിയാൽ ദഹിക്കാൻ പ്രയാസമാകും, ചിലപ്പോൾ കഫക്കെട്ടിനും കാരണമാകും. എന്നാൽ നെയ്യിൽ വാട്ടുമ്പോൾ അതിലെ അന്നജം, അതായത് സ്റ്റാർച്ച്, കുഞ്ഞിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാകുന്നു. ഇത് തയ്യാറാക്കുന്ന രീതിയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. പഴുത്ത ഏത്തപ്പഴം നെയ്യിൽ ചെറിയ തീയിൽ വറുത്തെടുത്ത് ഉടച്ചു നൽകുക. ഇത് നൽകുന്നതിലൂടെ രാത്രി മുഴുവൻ കുഞ്ഞിൻ്റെ ശരീരത്തിന് ആവശ്യമായ കലോറി ലഭിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. അടുത്തതായി റാഗിയാണ്. പ്രോട്ടീൻ കലവറയാണ് റാഗി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് റാഗിക്കുറുക്കാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. ശാസ്ത്രീയമായ കാരണം ആദ്യം വിശദീകരിക്കാം. റാഗിയിൽ കാൽസ്യം കൂടുതലാണ്. ഇത് എല്ലുകൾക്ക് ബലം നൽകും. ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്ന നിലക്കടലപ്പൊടി അല്ലെങ്കിൽ കശുവണ്ടി പൊടിയിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് രാത്രിയിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമാണ് അടുത്തത്. രാത്രിയിൽ കുഞ്ഞിൻ്റെ കോശങ്ങൾ, അതായത് സെൽസ്, പുതുക്കി പണിയുന്ന സമയമാണ്. ഇതിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. റാഗിയിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തും. ഇതുവഴി കുഞ്ഞിന് രാത്രി ഇടയ്ക്കിടെ വിശപ്പ് തോന്നില്ല. ഇവർക്ക് നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുകയും ചെയ്യും. അടുത്തതായി ഇത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. നിലക്കടല അലർജി ഇല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. മധുരത്തിന് പഞ്ചസാരയ്ക്ക് പകരം അയൺ അടങ്ങിയ ശർക്കര ഉപയോഗിക്കാം. അടുത്തതായി നല്ല ഉറക്കത്തിന് ഓട്സും ഈന്തപ്പഴവും. ശാസ്ത്രീയമായ കാരണം പറയാം കൊടുക്കുന്നതിൻ്റെ. ഓട്സിൽ മെലാറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇത് കുഞ്ഞിന് സമാധാനപരമായ ഉറക്കം നൽകാൻ സഹായിക്കുന്നു. ഈന്തപ്പഴത്തിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് രാത്രിയിൽ കൊടുക്കണം എന്ന് വിശദീകരിക്കാം. അനീമിയ, അതായത് വിളർച്ചയുള്ള കുട്ടികൾക്ക് തൂക്കം കൂടാൻ പ്രയാസമായിരിക്കും. ഈന്തപ്പഴം ഇതിന് പരിഹാരമാണ്. ഓട്സ് ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് രാത്രിയിൽ വയറിന് അസ്വസ്ഥത ഉണ്ടാകില്ല. കൊടുക്കേണ്ട രീതിയാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. ഓട്സ് നന്നായി വേവിച്ച് അതിൽ ഈന്തപ്പഴം അരച്ച് ചേർക്കുക. 1 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പാലിൽ നൽകാം. കുറച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഈ ഭക്ഷണങ്ങൾ നൽകുമ്പോൾ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. രാത്രിയിൽ കുഞ്ഞ് ഉറങ്ങുന്നതിന് 30 മിനിറ്റ് മുൻപെങ്കിലും ഭക്ഷണം നൽകാൻ ശ്രമിക്കണം. രണ്ടാമത്തേത്, ഭക്ഷണം നൽകിയ ശേഷം വായ വൃത്തിയാക്കാൻ അല്പം വെള്ളം നൽകാം. മൂന്നാമത്തേത്, 6 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് മുലപ്പാൽ അല്ലാതെ വേറെ ഒന്നും തന്നെ നൽകരുത്. ഈ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.